പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ഹബക്കൂക്ക് 3:17. ഹബക്കൂക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. വീണ്ടും പറയുന്നു, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഇത് വിശ്വാസത്തിൽ ചഞ്ചല ചിത്തരായിരിക്കുന്നവർക്ക് പറ്റിയ ഒരു വചനമാണ്. പലപ്പോഴും സംഭവിക്കുക, നമ്മൾ നിരന്തരം കർത്താവിനെ സ്തുതിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കാരണം നമുക്കൊരു പ്രോബ്ലമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കുന്നു. അത് നടന്നു കിട്ടിയാൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ നന്ദി പറയുന്നു. അത് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം കുറയുന്നു. അപ്പം ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഭയങ്കരമായ വിശ്വാസം, ചില സമയത്ത് വിശ്വാസക്കുറവ്, ചില സമയത്ത് സംശയങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കളിയാക്കുമ്പോഴേക്കും നമ്മുടെ വിശ്വാസത്തിന് കുറവ് തട്ടുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും, സമ്പത്തുണ്ടെങ്കിലും ശരി, ദാരിദ്ര്യമാണെങ്കിലും ശരി, ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും, ഐശ്വര്യപൂർണമാണ് എല്ലാം സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ആകെ ബുദ്ധിമുട്ടുകളിലാണെങ്കിലും, എന്തവസ്ഥയിലാണെങ്കിലും നമ്മുടെ കർത്താവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും, കൃതജ്ഞതയുള്ളവരായിരിക്കും. കർത്താവിൽ മാത്രമായിരിക്കും നമ്മുടെ ആശ്രയം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നതിൽ നമ്മൾ 100% നമ്മൾ ആത്മാർത്ഥത പുലർത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തെ നമ്മുടെ ജീവൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരവസ്ഥ, കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഗാഢമായ ബന്ധം കർത്താവുമായി സ്ഥാപിക്കാനാണ് ഈ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അത് ക്രമേണ വന്നു ചേരേണ്ട ഒരവസ്ഥയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ വചനധ്യാനത്തിലൂടെയും ദൈവം നമുക്ക് ഈ അവസ്ഥ കൈവരിക്കാൻ നമ്മളെ സഹായിക്കും. ദൈവവുമായി ഒരു ആത്മാർത്ഥമായ ബന്ധം, ഒരു സുദൃഢമായ ബന്ധം, നമ്മുടെ അവസ്ഥകൾ എന്ത് തന്നെ ആയിരുന്നാലും ദൈവവുമായി അടുത്ത് നിൽക്കുവാനുള്ള ഒരു വിളി,
അതാണ് ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ കലുഷിതമായ ഈ ലോകത്തിൽ സമാധാനത്തിലേക്കുള്ള വിളിയാണത്. നമുക്ക് ഇരുകൈയും നീട്ടി കർത്താവിൻ്റെ ആ ഒരു ഇൻവിറ്റേഷൻ, കർത്താവിൻ്റെ ക്ഷണം സ്വീകരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്ക്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ആമേൻ.